മലയാളി സമൂഹത്തെ നടുക്കുന്ന ഒരു സംഭവമാണ്. എന്തൊക്കെ ഡയലോഗ്സാണ്. ഈ ദീപക് എന്ന് പറയുന്ന ചങ്ങായിയുടെ ആത്മഹത്യം, ഈ പെണ്ണുമ്പിള്ള മറ്റേ പോസ്റ്റ് ചെയ്തതും അവരിപ്പോൾ അറസ്റ്റിലായതും ഇതാ മറ്റേത് മറിച്ചത് അവരെ മറ്റേ SIയുടെ കാറിൽ കൊണ്ടുപോയി അവരെ ഇങ്ങനെ ചെയ്തു. പിന്നെ എന്തോ ചെയ്യണം, അവരെന്താ പിച്ചി ചീന്താനായിട്ട് വിട്ടു കൊടുക്കണോ, നാട്ടുകാരുടെ മുന്നിൽ ഇട്ട് കൊടുക്കണോ, ഒരു ഇറച്ചി കഷ്ണം പോലെ ഇട്ട് കൊടുക്കണോ എന്നൊക്കെയാണ് മറ്റേ കുറേ ഫെമിനിസ്റ്റ് എന്ന് പറയാൻ പറ്റില്ല, സ്ത്രീകൾക്ക് സപ്പോർട്ട് ചെയ്യുന്നവർ സംസാരിക്കുന്നത്. പിന്നെ പുരുഷന്മാർക്ക് സപ്പോർട്ട് ചെയ്യുന്ന കുറേ ആൾക്കാർ ഈയിടെയായിട്ട് ഇറങ്ങിയിട്ടുണ്ടല്ലോ. അതിലൊരാൾ നമ്മുടെ രാഹുൽ ഈശ്വർ, പുള്ളി പറയുന്നതെന്ന് പറഞ്ഞാൽ പെണ്ണുങ്ങളെ മാത്രം ഇത്രയ്ക്കും സേഫ്റ്റിയോടെ ഇത്രയ്ക്കും നല്ല രീതിയിലൊക്കെ പോലീസിന് ട്രീറ്റ് ചെയ്യാൻ അറിയാം, എന്തുകൊണ്ട് ആണുങ്ങളെ അങ്ങനെ ട്രീറ്റ് ചെയ്യുന്നില്ല? കാരണം പുള്ളി ഒരു മാസം മുമ്പേ പുള്ളി അകത്തായതാണ്. നല്ല ട്രീറ്റ്മെൻ്റ് ആയിരുന്നു പുള്ളിക്ക്. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ കാണുമ്പോൾ എനിക്ക് ഒരു ചോദ്യമേ ഉള്ളൂ സർക്കാരിനോടാണ്. നമ്മൾ ഭയങ്കര രാജ്യമാണ്, നമ്മൾ ലോകത്തിൽ 5ാമത്തെ എക്കോണമിയാണ്, ആനയാണ്, അണ്ടിയാണ് എന്നൊക്കെ പറയും. ബസ്സിൽ നിന്ന് സഞ്ചരിക്കണം എന്നുള്ള ഒരു ഗതികേടിലാണ് ഇന്നും നമ്മൾ. ബസ് പോട്ടെ, ട്രെയിനിൽ വരെ ആൾക്കാർ നിന്ന് സഞ്ചരിക്കാറുണ്ട്. നിന്ന് 10-200 കിലോമീറ്റർ 300 കിലോമീറ്ററൊക്കെ നിന്നുകൊണ്ടൊക്കെ പോകുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. കക്കൂസിലിരുന്ന് യാത്ര ചെയ്തു എന്നൊക്കെ പറയുന്ന ആൾക്കാരൊക്കെ ഉണ്ട് നമ്മുടെ നാട്ടിൽ ഇന്നും. അതുകൊണ്ടാണ് ഒരു ഇംഗ്ലീഷുകാരൻ മന്ത്രി പറഞ്ഞത്, നിങ്ങളുടെ രാഷ്ട്രീയക്കാർക്ക് കക്കൂസ് പോലും ഉണ്ടാക്കാൻ അറിയില്ലല്ലോ, അവരാണവിടെ മറ്റേ സാറ്റലൈറ്റ് വിട്ടത്, അല്ലെങ്കിൽ മറ്റേ സൂര്യനിലേക്കും ചന്ദ്രനിലേക്കൊക്കെ ഓരോ സാധനങ്ങളൊക്കെ അടിച്ചു വിടുന്നത് ഇവിടുന്ന്, ഓരോ വെടിമാണങ്ങളൊക്കെ അടിച്ച് വിടുന്നത് എന്നുള്ള രീതിയിൽ പുള്ളി ചോദിച്ച്. ഒരു ഇംഗ്ലീഷുകാരൻ MP ആയിരുന്നു, അയാളുടെ പേരൊന്നും എനിക്ക് ഓർമ്മയില്ല, പക്ഷേ ആ ന്യൂസ് കണ്ടത് എനിക്ക് ഓർമ്മയുണ്ട്. എനിക്ക് ചോദിക്കാനുള്ള ഒറ്റ ഒരു കാര്യമേ ഉള്ളൂ, ബസ്സിൽ എന്തുകൊണ്ട് നിന്ന് സഞ്ചരിക്കേണ്ടി വരുന്നു? ഒരു സൈഡ് പുരുഷന്മാർക്കും ഒരു സൈഡ് സ്ത്രീകൾക്കും സീറ്റ് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഈ പ്രശ്നങ്ങളൊക്കെ അവസാനിച്ചില്ലേ? ഇപ്പോൾ എന്നെ പൊട്ടെന്ന് വിളിക്കും കുറേ ആൾക്കാർ, എടാ അങ്ങനെ പോയാൽ ബസ്സിൻ്റെ ആ ഒരു ചാർജ് ഈടാവോ? ഒരു ബസ് ഒരു ട്രിപ്പ് ഓടി കിട്ടുന്ന എത്ര രൂപയെന്നറിയാവോ? എത്ര രൂപയുടെ ഡീസൽ അടിക്കണമെന്നറിയാവോ? എത്ര ശമ്പളം എന്നറിയാവോ? കണ്ടക്ടർ വേണം, കിളി വേണം, ഡ്രൈവർ വേണം. അവർക്ക് തന്നെ 15 ദിവസമേ ജോലിയുള്ളൂ. 15 ദിവസം ജോലി, 15 ദിവസം അവർ വെറുതെ ഇരിക്കുകയാണ്. ആ ഒരു സ്ഥിതിയിലാണ് നമ്മുടെ സാമ്പത്തികം എന്നൊക്കെ പറയും. എന്തൊക്കെ പറഞ്ഞാലും സർക്കാരിൻ്റെ ഒരു ചുമതലയല്ലേ, സർക്കാർ കാരണമല്ലേ ഈ ഒരു ദുരന്തം ഉണ്ടാകാനുള്ള ഒരു കാരണം. വേറെ രാജ്യങ്ങളിലുള്ള പോലെ ഇരുന്ന് മാത്രമേ സഞ്ചരിക്കാൻ പാടുള്ളൂ എന്നൊരു നിയമം ഇറക്കിയിട്ടുണ്ടെങ്കിൽ, പിന്നെ എല്ലാ ബസ്സിലും ക്യാമറയും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ, ഇപ്പോഴത്തെ ട്രെയിനിലൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട്. ഈ പ്രൈവറ്റ് ബസ്സിലൊക്കെ ക്യാമറ വെക്കാൻ വലിയ പണിയൊന്നുമില്ല, പക്ഷേ അതിൽ എത്ര ക്യാമറ വർക്ക് ചെയ്യും? അത് ആര് ഈ ക്യാമറയൊക്കെ മോണിറ്റർ ചെയ്യും? ഈ ക്യാമറയെ മെയിൻറ്റെയിൻ ചെയ്യുന്ന ആരാ? ഇങ്ങനത്തെ പല ചോദ്യങ്ങൾ ചോദിച്ച് ഇതൊക്കെ ഇടങ്കോലിടുക എന്ന് പറഞ്ഞ് കുറച്ച് കാലം മുമ്പേ ഒരു വാക്ക് പ്രയോഗത്തിലുണ്ടായിരുന്നു. അപ്പോൾ ഇടങ്കോലിടാൻ നമ്മുടെ ആൾക്കാർ ഭയങ്കര മിടുക്കന്മാരാണ്. കോല് കൊണ്ടുള്ള കളി അതാണല്ലോ നടക്കുന്നത്. ഇതാണേലും ഈ ഒരു ചങ്ങായി മരിച്ചതോടെ ഈ ഭയങ്കര ഹോട്ട് ടോപ്പിക്കായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇത് എത്ര ദിവസം ഉണ്ടാവും? കൂടി വന്നാൽ ഇനി ഒരു മാസം ഉണ്ടാവില്ലേ, ഒരു 10 ദിവസം കൂടെ ഉണ്ടാവും. ആ പെണ്ണുമ്പിള്ളയ്ക്ക് ബെയിൽ കിട്ടത്തില്ല, അവരെ സബ് ജയിലിൽ ഇപ്പോൾ അടച്ചു. അവരുടെ ഹിയറിങ്ങിൽ എന്തെങ്കിലുമൊക്കെ ഒരു ഡെവലപ്മെൻറ്റ് ഉണ്ടായി കഴിഞ്ഞു അതോടെ. ഇതിൻ്റെയൊക്കെ റൂട്ട് കോസ് എവിടെ നിന്നാണ്? ഇതിൻ്റെയൊക്കെ റൂട്ട് കോസ് എന്ന് പറയുന്നത് ആണും പെണ്ണും ഒരുമിച്ച് അള്ളിപ്പിടിച്ച് യാത്ര ചെയ്യേണ്ട ഗതികേട് എന്തുകൊണ്ട് വന്നു? അത് പണ്ട് മുതലേ അങ്ങനെയാണ്. അതിപ്പോൾ BJP-കാരോട് ചോദിച്ചാൽ പറയാം 70 കൊല്ലം കോൺഗ്രസ്സാണ് ഭരിച്ചത്, അതുകൊണ്ടാണ് ഈ സ്ഥിതി എന്ന് പറയും. അപ്പോൾ BJP വന്നിട്ട് 10 കൊല്ലം കൊണ്ട് ഇന്ത്യ എന്തോ മറ്റേ എക്കോണമി ആയെന്നൊക്കെയാണല്ലോ പറയുന്നത്. അപ്പോൾ എന്തുകൊണ്ട് വേറെ മാറ്റങ്ങളൊന്നും ഉണ്ടായില്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അപ്പോൾ നീ കോൺഗ്രസ്സുകാരനാണ്, നീ അല്ലെങ്കിൽ നീ മറ്റേ കമ്മിയാണ്, നീ അണ്ടിയാണെന്നൊക്കെ പറയും. ഈ ഒരു ചങ്ങായി ആത്മഹത്യ ചെയ്തത് അതിൻ്റെ വഴിക്ക് പോകും, അതാണ് എനിക്ക് പറയാനുള്ളത്. അയാൾ മണ്ടത്തരം കാണിച്ചു, അയാൾ ആത്മഹത്യ ചെയ്തു, അതിപ്പോൾ ഒരു ഹോട്ട് ടോപ്പിക്കായി, അതങ്ങനെ ആ വഴിക്ക് പോകും. ആ പെണ്ണുമ്പിള്ള ചെയ്തത് തെറ്റാണ്, ആ പെണ്ണുമ്പിള്ള കൊണ്ടുപോയിട്ട് കേസ് കൊടുക്കണമായിരുന്നു. അങ്ങനെ വല്ലതും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ. എനിക്ക് മിക്ക നമ്മുടെ നാട്ടുകാർക്ക് ആ വീഡിയോ കണ്ടിട്ട് ഒന്നും ഇവർ പോയി മുട്ടുന്നതായിട്ടാണ് ആൾക്കാർ പലരും ഇവരെ ഇട്ട് ഇങ്ങനെ പൊരിക്കുന്നുണ്ട്. എനിക്കറിയാൻ വയ്യ ചോദിക്കുകയാണ്. ഒരു പ്രശ്നം ഉണ്ടായി, മറ്റേ വിനായകൻ പറഞ്ഞാൽ എനിക്ക് ഓർമ്മ വരുന്നത്, ഒന്ന് നിർത്തിയിട്ട് പോകും മയിര്. അയാൾ ചത്തു, അയാൾക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കാം, അല്ലെങ്കിൽ അയാളുടെ കുടുംബത്തിന് വേണ്ടി ഒരു എമൗണ്ട് കൊടുക്കുന്ന കാര്യം, അതൊക്കെ നല്ല കാര്യമാണ്. അല്ലാതെ ഈ സ്ത്രീകൾ വന്നിരുന്നിട്ട് ഉള്ള പുരുഷന്മാർ മൊത്തം ഇവരെ മറ്റേ കയറി പിടിക്കാൻ നടക്കുന്നവരാണ് എന്നുള്ള രീതിയിലാണ്. അവിടെ 2-3 ഈ ഒരു പെണ്ണുമ്പിള്ളയുടെ പടം ഞാൻ വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ വേറെ ഒരു പെണ്ണുമ്പിള്ളയുടെ പടം ഞാൻ വെച്ചു. പിന്നെ ഇതിൻ്റെ ഈ പരിപാടി നടത്തുന്ന ആളുടെ ഫോട്ടോ ഞാൻ വെച്ചു. ഈ ആൾക്കാരൊക്കെ ഇവിടെ നിന്നിട്ട് എന്താണ് ഇവർ സംസാരിക്കുന്നത്? ഇവർ സംസാരിക്കുന്ന മൊത്തം നമ്മൾ ശ്രദ്ധിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഈ സൈഡിൽ നിന്ന് പറയുന്നത് പുരുഷന്മാർക്ക് ഒരു ഇത് വേണം, ഒരു സംഘടന വേണം, ഒരു പ്രൊട്ടക്ഷൻ വേണം എന്നൊക്കെയാണ്. സ്ത്രീകൾക്ക് സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാർ പറയുന്നതെന്ന് പറഞ്ഞാൽ, എവിടെ പോയാലും സ്ത്രീകളെ അങ്ങ് ബലാത്സംഗം ആണ് കേരളത്തിലെ ആണുങ്ങളുടെ തൊഴിൽ എന്നുള്ള രീതിയിലാണ് അവരുടെ സംസാരം.
റേപ്പ്, അവിടെ റേപ്പ് നടന്നില്ലേ? തൊട്ടെന്ന് പറയുമ്പോൾ അവിടെ റേപ്പല്ലല്ലോ നടന്നതെന്ന് ഒരാൾ പറഞ്ഞു. കണ്ട, അപ്പോൾ അത് റേപ്പല്ലേ? അതും റേപ്പാണ്. തൊടുന്നത് റേപ്പാണ്, കാണുന്നത് റേപ്പാണ്, നോക്കിയാൽ റേപ്പാണ്. അങ്ങനെ അവർ സംസാരിച്ചു. എനിക്കിത് രണ്ടും കേട്ടപ്പോൾ എനിക്ക് ചിരിയാണ് വന്നത്. ഒരുത്തൻ ചത്തു, അവൻ ഒരു പൊട്ടൻ, അല്ലാതെ എന്താ പറയേണ്ടത്? അവന് ഈ വക ഈ ഊച്ചാളികൾ ഒരു വീഡിയോ ഇട്ടുകൊണ്ട് അത്രയും ലോല ഹൃദയനാണ് അവൻ അത്രയ്ക്കും അവൻ്റെ റെസ്പെക്റ്റും കാര്യങ്ങളൊക്കെ അവന് നഷ്ടപ്പെട്ടു പോയി. അതോടെ ജീവിക്കണ്ട എന്നും പറഞ്ഞുകൊണ്ട് പോയിട്ട് ജീവൻ കൊടുക്കുകയാണ്. ജീവൻ എന്ന് പറയുന്നത് അതിൻ്റെ വില എന്താണെന്ന് അവൻ അറിയില്ല. അതുകൊണ്ടാണ് ഞാൻ അവനെ പൊട്ടെന്ന് വിളിക്കുന്നത്. പിന്നെ ഈ പെണ്ണുങ്ങൾ ഇപ്പോൾ മറ്റേ കുംഷീതയ്ക്ക് അവർ സപ്പോർട്ട് ചെയ്ത്, കാരണം എല്ലാവരും ആ പെണ്ണിന് എതിരായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഇതില്ലല്ലോ. അപ്പോൾ എന്തെങ്കിലും ഒരു പക്ഷം പിടിക്കണ്ടേ? ഈ നടുക്കുള്ള അറയ്ക്കലോ ആ പെണ്ണുമ്പിള്ള അടുത്ത കൊല്ലം ഒന്നെങ്കിൽ ബിഗ് ബോസിൽ കയറാനുള്ള പരിപാടിയാണ്. കാരണം ഫീമെയിൽ ആക്ടിവിസ്റ്റ്. ബിഗ് ബോസ് അല്ല ലക്ഷ്യമെങ്കിൽ ഏതെങ്കിലും ഒരു പാർട്ടിയുടെ മറ്റേ വനിത, ഇതൊക്കെയാണ് ലക്ഷ്യങ്ങൾ. അല്ലാതെ ഇപ്പോൾ ഞാൻ വന്ന് പറയുന്ന പോലെ ഇതിനെക്കുറിച്ചൊരു ചുമ്മാ ഒരു ഒപ്പീനിയൻ പറയുന്നതൊക്കെ പൊട്ടന്മാരാണ്. ഇവർക്ക് അജണ്ട ഉണ്ടെന്നേ, ഇവർക്ക് ഇവരുടേതായിട്ടുള്ള ഒരു അജണ്ടയുണ്ട്. എന്താണെന്ന് വെച്ചാൽ ഓരോ സ്ഥാനങ്ങൾ എത്തണം. മറ്റേ പെണ്ണുമ്പിള്ള വീഡിയോ പോസ്റ്റ് ചെയ്തത് അവർക്ക് വൈറലാവണം. വൈറലായി കഴിഞ്ഞാൽ വയറ് നിറയെ കാശ് കിട്ടും, വയറ് നിറയ്ക്കാനുള്ള കാശ് കിട്ടും അല്ലേ? പിന്നെ ഈ പെണ്ണുമ്പിള്ള അല്ലെങ്കിൽ രാഹുൽ ഈശ്വർ ഇവരൊക്കെ മറ്റേ ഓരോ സ്ത്രീകൾക്ക് സപ്പോർട്ട്, പുരുഷന്മാർക്ക് സപ്പോർട്ട് എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ നടക്കുന്നുണ്ട്. പക്ഷേ ഇതിൻ്റെ റൂട്ട് കോസ് എവിടെയാണ്? ഞാൻ എൻ്റെ ഒരു ഒപ്പീനിയൻ പറയുകയാണ്. ഇതിൻ്റെ റൂട്ട് കോസ് എന്ന് പറയുന്നത് എവിടെയാണ്? ഇതിൻ്റെ റൂട്ട് കോസ് എന്ന് പറയുന്നത് സ്ത്രീ ആയാലും പുരുഷനായാലും ഇത്രയും അടുത്ത് കെട്ടിപ്പുളർന്ന രണ്ട് യുവമിഥുനങ്ങളായിട്ട് യാത്ര ചെയ്യുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടാണ്. ചില ആൾക്കാർക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. മറ്റേ മെൻ്റൽ സെക്ഷൽ സാധനമൊക്കെ ഈ മറ്റേ ബുദ്ധിജീവി എന്ന് പറഞ്ഞല്ലോ അന്ന് അവളുടെ വീഡിയോയിൽ. ഇതൊരു റീച്ചിന് വേണ്ടിയുള്ള വീഡിയോ അല്ല എന്ന് തുടങ്ങിയിട്ട് കുറേ കാര്യങ്ങൾ വെച്ച് കാച്ചിട്ട് പോയി. അപ്പോൾ അങ്ങനത്തെ വികാര തള്ളിച്ചകൾ അത് കൺട്രോൾ ചെയ്യുന്നത് കുറച്ച് ബുദ്ധിമുട്ടാണ്. അത് സ്വാഭാവികമാണ്. അതിൽ ചില ആൾക്കാർ കൺട്രോൾ ചെയ്യും, ഒന്ന് മാറിയൊക്കെ നിന്നു. പിന്നെ ചില ആൾക്കാർ പേടി കാരണം ഒന്നും ചെയ്യാതെ അങ്ങനെയൊക്കെ പോകും. പിന്നെ ചില ആൾക്കാരുണ്ട് പോടാ മയിറി എന്ന് പറഞ്ഞുകൊണ്ട് കയറി പിടിക്കുന്ന കുറേ അലവലാദികൾ, തൊട്ടികൾ, തെണ്ടിപ്പട്ടി തൊട്ടികൾ കുറേ എണ്ണം ഉണ്ട്. പ്രോബ്ലം ഉണ്ടായി കഴിഞ്ഞ് സോൾവ് ചെയ്യുന്നതിനേക്കാളും നല്ലതല്ലേ ഈ പ്രോബ്ലം ഇല്ലാതെ സോൾവ് ചെയ്യുന്നത്? പൗണ്ട് ഓഫ് പ്രിക്കോഷൻ ഈസ് ബെറ്റർ ദൻ എ പെനി ഓഫ് ക്യൂർ. ഒരു പ്രശ്നം ഉണ്ടാവാതെ നിർത്താൻ നമ്മൾ ഒരു 100 രൂപ ചിലവാക്കുകയാണ്. ആ പ്രശ്നം ഉണ്ടായി കഴിഞ്ഞാൽ 10 രൂപയെ ചിലവുള്ളൂ എന്നുണ്ടെങ്കിൽ പ്രശ്നം ഉണ്ടാവാതെ നിർത്താൻ 100 രൂപ ചിലവാക്കുന്നത് നല്ലതാണ് എന്നാണ് ഇംഗ്ലീഷുകാരൻ്റെ ഒരു പോളിസി. പക്ഷേ നമ്മുടെ ആൾക്കാരുടെ പോളിസി അങ്ങനെയല്ല. പണ്ട് പോലെ മൈരേ പ്രശ്നം ഉണ്ടായി കഴിഞ്ഞാൽ 10 രൂപയെ ചിലവാകത്തുള്ളൂ. എന്നാൽ പ്രശ്നം ഉണ്ടാവട്ടാ, ഉണ്ടായി കഴിഞ്ഞിട്ട് നമുക്ക് പരിഹാരം ഉണ്ടാക്കാമല്ലോ എന്നും പറഞ്ഞുകൊണ്ട് ആണ് നമ്മുടെ ആൾക്കാരുടെ പ്രവർത്തന രീതി. മോഡസ് ഓപ്പറാൻഡി എന്നൊക്കെ പറയാൻ വേണമെങ്കിൽ നമ്മുടെ ആൾക്കാർ അങ്ങനെയാണ് പണ്ട് പോലെ. ഇതൊന്നും നിർത്താൻ പറ്റില്ല. അതാണ് എൻ്റെ ഒരു ഒപ്പീനിയൻ. എൻ്റെ ഒരു ഒപ്പീനിയനിൽ ഡീസലിൻ്റെ വില കുറയ്ക്കണം, ബസ് ചാർജ് കൂട്ടണം, അല്ലെങ്കിൽ ഗവൺമെൻറ് കുറേ ബസ്സുകൾ കൂടെ വിടണം. ഈ ബസ്സിൽ നിന്ന് യാത്ര ചെയ്യുന്ന പരിപാടി, ആ ഒരു സമ്പ്രദായം അത് നിർത്തലാക്കണം. എന്നാലേ നന്നാവുള്ളൂ.